ഇതാണ് ബുഷ് ഓറഞ്ച്. ഇപ്പോൾ ബുഷ് ഓറഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനും ഉപ്പിലിടാനൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ നമുക്ക് ഓറഞ്ചിൻ്റെ ടേസ്റ്റാണ്, പുളി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓറഞ്ച് പോലെ തന്നെയാണ് ഇരിക്കണത്, കണ്ട ചെറിയ ഓറഞ്ച്. ഇതിൻ്റെ നമുക്ക് തോലപ്പാടിയാണ് നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കണത്. നല്ല ടേസ്റ്റാണ് ജ്യൂസിന് ഏട്ടാ, നല്ല പുളിയുള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഉപ്പ് പഞ്ചസാര ഇടാത്തവർക്ക് ഉപ്പിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇതൊരു ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ഒക്കെ നടാൻ പറ്റിയ ഒരു ചെടിയാണ് ഈ ബുഷ് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ. ഞാനിതിപ്പോൾ നട്ടേക്കണ ഗ്രോ ബാഗിലാണ്. ആ ഗ്രോ ബാഗിൻ്റെ അടിയിൽ നിന്ന് തന്നെ വേര് താഴേക്ക് പോയേക്കണതാണ്. ഒരു 12 വർഷമെങ്കിലായി ഞാൻ ഈ പ്ലാന്റ് നട്ടിട്ട്. എപ്പോഴും ഇങ്ങനെ കായ ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ ഞാനിപ്പോൾ ഈ വർഷം ഇതിൽ നിന്ന് ലെയർ ചെയ്ത് കുറേ തൈകളൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടാ. എന്നിട്ട് നമ്മ കണ്ട ഇവിടെയൊക്കെ ലെയർ ചെയ്ത തൈ ഉണ്ടാക്കിയിരുന്നാണ്. നമ്മൾ അതൊക്കെ മുറിച്ച് വേറെ തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും ഓറഞ്ച് ഇതുമേൽ ഉണ്ടായിക്കൊണ്ടിരിക്കും കണ്ട. അപ്പം നമുക്കിതൊക്കെ ഒന്ന് വിളവെടുക്കാം. ഇതേപോലെയാണ് ഓറഞ്ച് ഇരിക്കണണ്ട. നല്ല നല്ല മണമാണ് ഈ ഓറഞ്ചിന്, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു ഓറഞ്ചാണ്. കാരണം നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനും നമുക്ക് വല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ ജ്യൂസ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ നമുക്ക് തന്നെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാനൊക്കെ നല്ലതാണ്. തോല് വളരെ കുറവായിരിക്കുള്ളൂ കേട്ടോ ഈ ഓറഞ്ചിന്. അപ്പം കണ്ട നല്ല വലിപ്പമുള്ള ഓറഞ്ചൊക്കെ. ഞാൻ പിന്നെ ഇതിനങ്ങനെ വലിയ പരിചരണമൊന്നും അങ്ങനെ കൊടുക്കാറില്ല. അപ്പം നമ്മ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒന്നും കൂടെ വലിപ്പമൊക്കെ വെക്കും ഈ ഓറഞ്ച്. പിന്നെ ഒട്ടും തന്നെ പരിചരണങ്ങൾ വേണ്ട. പിന്നെ മുള്ളങ്ങനെ മുള്ളൊന്നുമില്ല, ഈ നേരിയൊരു മുള്ളുള്ളൂ. നമുക്ക് ഇത് കമ്പൊടിച്ച് നട്ടാലും ഇപ്പം നമുക്ക് ഞാറ്റിലെ ടൈമിൽ മഴക്കാലത്തൊക്കെ കമ്പൊടിച്ച് നട്ടാലും ബുഷ് ഓറഞ്ചിൻ്റെ തൈകൾ ഉണ്ടാക്കാം. പിന്നെ ഇതിൻ്റെ കുരു പാകി മുളപ്പിച്ചിട്ട് നമുക്ക് തൈ ഉണ്ടാക്കാം. പിന്നെ ലെയർ ചെയ്ത തൈകൾ നമുക്ക് നഴ്സറികളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. കായുള്ള തൈ തന്നെ കിട്ടും നഴ്സറിയിൽ നിന്ന്. കായുള്ള തൈ തന്നെ നമുക്ക് കിട്ടും. അത് വച്ചപ്പം തുടങ്ങി കായ ഉണ്ടാവാൻ തുടങ്ങും. അങ്ങനെ വലിയ താമസമൊന്നും വേണ്ട ബുഷ് ഓറഞ്ച് ഉണ്ടാകാനായിട്ട്. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്തൊക്കെ നടുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഓറഞ്ച് കിട്ടും. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു ഓറഞ്ചിൻ്റെ വെറൈറ്റിയാണ്. അപ്പോൾ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ഉപ്പിലിടാനൊക്കെ ഏറ്റവും നല്ലത് തന്നെയാണ്. പിന്നെ നമുക്കിതിന് വളം കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ജൈവവളങ്ങൾ നമ്മുടെ വീട്ടിൽ അടുക്കള വേസ്റ്റോ അല്ലെങ്കിൽ നമുക്ക് ചാണകപ്പൊടി എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. വേനൽക്കാലത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് നനച്ചു കൊടുത്താൽ മതി. വേറെ യാതൊരു പരിചരണങ്ങളൊന്നും വേണ്ടാത്ത ചെടിയാണ് ബുഷ് ഓറഞ്ച്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരു ചെടിച്ചട്ടിയിലെങ്കിലും നമ്മളൊരു ബുഷ് ഓറഞ്ചിൻ്റെ തൈ മേടിച്ച് വെക്കണം. കായ്ച്ച് കിടക്കണം, ഭംഗിയാണ്. അധികം പൊക്കത്തിൽ വളരെയുമില്ല കണ്ട. ഇതേപോലെ നമുക്ക് ബുഷാക്കി നിർത്തുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒരു തൈയൊക്കെ മേടിച്ച് നടണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.